അപ്പോൾ ഇന്നത്തെ രാത്രിയിലെ അത്താഴമാണ് ഈ കാണുന്നത്. ചോറും പിന്നെ മുരിങ്ങക്കോലും തക്കാളിയൊക്കെ ഇട്ട് വറ്റിച്ച് വെച്ച നല്ല അയലക്കറിയും, അതിൻ്റെ കൂടെ സ്പെഷ്യൽ പാവയ്ക്കത്തോരനും. അപ്പോൾ ഈ പാവയ്ക്ക മാത്രമല്ല, പാവയ്ക്കയും അതിൻ്റെ കൂടെ ക്യാരറ്റ്, മുരിങ്ങക്കോല്, സവാള, പച്ചമുളക് ഇതെല്ലാം കൂടി അടുപ്പിൽ വേകാനായി വച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങാപ്പൊടി, ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത് പാവയ്ക്കയുടെ കൂടെ ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. വെന്ത് വന്നതിന് ശേഷം താളിച്ച് വാങ്ങുക. ഇതാണ് ഇതിൻ്റെ റെസിപ്പി. ഇത് നിങ്ങൾ വേറെ ഒരിടവും തപ്പുണ്ടാക്കി കിട്ടത്തില്ല. ഇത് എൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. പാവം പ്രവാസിയുടെ സ്പെഷ്യൽ റെസിപ്പി, എൻ്റെ പാവയ്ക്കക്കറി കൂട്ടിയുള്ള അത്താഴം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിയുടെ വീഡിയോസിനായി നിങ്ങൾ ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക. ബൈ. മറക്കല്ലേ.